ഗൈസ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഞങ്ങളുടെ ഗപ്പിക്കുളമാണ് കാണിക്കുന്നത്. എടുക്കണ്ട പ്ലീസ്, എടുക്കണ്ട. കാണിച്ചാണ് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു. എടുക്കണ്ടോ ഗൈസ്, ഇവിടെ നിറച്ച് മീനുണ്ട്, കുഞ്ഞുങ്ങളും നിറച്ചുണ്ട്. ഇനി വലുതിനെ പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. വലുതിനെ പിടിക്കാൻ പറ്റൂല. പിന്നെ പിടിച്ചു. കണ്ടോ, വലിയത് രണ്ടെണ്ണം. യോ, ഇറങ്ങിപ്പോവല്ലേ. പറ്റോ, ഒത്തിരി മീൻ. ഇതിനകത്ത് ഇച്ചിരി വാൽമാക്കറികൾ ഒക്കെ ഉണ്ട്. ഗൈസിനകത്ത് നിറച്ച് വായലുണ്ട് ഗൈസ്. ഇതെന്താ വിലയാന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഇതെന്താ വിലയാണ് ഗൈസ്, എനിക്കറിയില്ല. ഡാമ്പലിൻ്റെ ഇലയാണ് ഗൈസ്, ഞാൻ മറന്നു പോയത്. അടുത്തമാരെ പിടിച്ച് കാണിക്കും. റോസ് ഉണ്ടായിരുന്നത് എനിക്കത് കാണുന്നില്ല. പിങ്ക് കളറിലുണ്ടായിരുന്നു. ഇവിടെ കിട്ടി, പക്ഷെ വലുതിനെ കിട്ടുന്നില്ല എനിക്ക്. പണ്ട് കിട്ടുമായിരുന്നല്ലോ എനിക്ക്. നിറച്ച് കുഞ്ഞതാ, പക്ഷെ കളറില്ല. വരുന്നു. എനിക്ക് ബ്രൗൺ വാലിനെ പിടിക്കാൻ പറ്റുന്നില്ല ഗോൾ. അത് കയറാമെന്ന് അതൊന്നും പോയി. കുഞ്ഞാമ്പല കണ്ടോ, കുഞ്ഞ് ഇത് വിരിഞ്ഞാണ്. ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഇവിടൊക്കെ വാൽമാക്ക അവയാണ് കിടപ്പുള്ള. കുളവ ഉണ്ടോ, കുമാരെല്ലാം കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞു മീനുണ്ട് കേട്ടോ. അത് ഞാൻ എപ്പോഴും പിടിച്ചോണ്ടിരിക്കും. നിങ്ങളെല്ലാവരും കണ്ടോണ്ടിരിക്കുമല്ലോ. ഈ പൂവിൻ്റെ ഫേവറേറ്റ്. വെള്ളം എല്ലാം പോയി. മഴ തെറ്റിപ്പടിക്കുന്നുണ്ടോ, റെഡ് കിട്ടിട്ട്. വേറെ പൂക്കൾ കാണിക്കാം. ഈ പൂവിൻ്റെ പേരെന്താ? ഈ പൂവിൻ്റെ പേര് മാങ്ങ മാറിയെന്നായിട്ട് നിറഞ്ഞു എല്ലാ പൂവിൻ്റെ പേര്. പിന്നെ ഈ പൂവിൻ്റെ പേര് എന്താ? ഈ പൂവിൻ്റെ പേരറിയാമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, കമന്റിലും കൂടെ ഇടണം കേട്ടോ. ഇത് വെള്ളമാസാകട്ടോ. ഈ വീട്ടിലും ഒരു പഴുത്ത റംബുട്ടാനാ കണ്ടോ. അവിടെ എന്തായിരുന്നു, ലവലോലിക്കൊക്കെ ഉണ്ട്. ഈ ചെടിയുടെ പേരെന്താണെന്ന് അറിയത്തില്ല. എല്ലാവരും
കമൻറ്റ് ചെയ്യണം guys. അറിയാവുന്നവർ. റോസ് വെട്ടുകൊണ്ടോ? ഇത് റോസ് ചെമ്പരത്തി. ഇവിടെ പിങ്ക് റോസ. ഇവിടെ ലൈറ്റ് റോസ്. ഈ പൂവിൻ്റെ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് എൻ്റെ കൂട്ടുകാരിയുടെ വീട്. അവൾക്ക് പനി ആയതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അടുത്തോട്ട് വരത്തേ ഇല്ല. ഇത് അക്കുച്ചാട്ടൻ്റെ വീടാണ് ഗൈസ്. അതും ഇപ്പം എന്നോട് മിണ്ടത്തില്ല. ഇതാണ് അവിടുത്തെ ചേച്ചിയുടെ റൂം. ചേച്ചിയുടെ റൂമാണ് ഇത്. ഉണ്ണിച്ചാൻ്റെ റൂമാണ്. അന്ന് അവളുടെ സൗണ്ടാണ്. ഇത്രയുള്ള വീഡിയോ. ബൈ ബൈ. റംബുട്ടാനൊക്കെ പഴുത്ത് വരുന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്തെ വീട്ടിലെ മാത്രം നല്ലതായിട്ട് പഴുത്തിട്ടുണ്ട്. ഈ വീട്ടിലെ എൻ്റെ വീടാണ്. ഈ വീട്ടിലെ മാങ്കോസ്റ്റീനാണ് ഇതിൻ്റെ അവിടുത്തെ മരത്തിൻ്റെ പേര്. അതിച്ചിരി പഴുത്തിട്ടുണ്ട്. രണ്ടെണ്ണം ഇല്ല, ഞങ്ങൾ പറിച്ച് തിന്നായിരുന്നു. ഇപ്പോൾ ഇനിയും കുറച്ചും കൂടെ പഴുക്കാറുണ്ട്. നിറച്ച് കിടപ്പുണ്ട് അതിനകത്ത്. ഞങ്ങളുടെ മരത്തേൽ ഇച്ചിരി പഴുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അന്നക്കുട്ടിയുടെ വീട്ടിലെ തെങ്ങ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ ഞങ്ങളുടെ വീട്ടിലെ കമുങ്ങാണ് എല്ലാം നിൽക്കുന്നത്. പിന്നെ ഈ മേളിലത്തെ കമുങ്ങുണ്ട് വേണ്ടിയിട്ടാണ് ചെന്ന് നിൽക്കുന്നത്. ഉണ്ടോ? ഇത് നല്ല മണമല്ലേ? നല്ല മണം ആകാശിത്. ഇത് ഫോണിൽ കൂടെ മണം കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ മണപ്പിക്കുന്നത്. തോടൊക്കെ കിടക്കുന്നില്ല, എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചിലപ്പം പരമണ്ട കയറി പറിക്കാറുണ്ട്. ഇന്നലെ ഞങ്ങൾ കയറി പറിച്ചപ്പോൾ കുറച്ചൊക്കെ കിട്ടിയെടുത്തത്. അച്ഛൻ പണിക്ക് പോയിട്ട് വരുമ്പം കുറച്ചൊക്കെ പറിച്ചുകൊണ്ട് വരാറുണ്ട്. മുമ്പേ ഡാൻസ് കളിച്ചപ്പോഴേ അങ്ങ് ചെരുപ്പ് വീഴിപ്പോയതാ കേട്ടോ. ഇതല്ലേ മറ്റേ പൂവിൻ്റെ പേര്? അറിയത്തില്ല, നിങ്ങൾ പറയാം. ചെമ്പരത്തി തെറ്റി. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ റോസാപ്പൂവിൻ്റെ ഇതുണ്ട്. എവിടാണ് ഞങ്ങളുടെ റോസാപ്പൂവിൻ്റെ? അവിടെ ഒരു റോസാപ്പൂവുണ്ട്. കുറച്ച് പൂക്കൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് അമ്മയൊക്കെ അങ്ങ് മേടിച്ച് കളഞ്ഞു. എല്ലാം ഇവിടെ കുറച്ച് കിട്ടുള്ളൂ. 10 മണി പോവാ. തോരൻ വെക്കുന്ന ചേമ്പലയാ. തോരൻ വെക്കുന്ന ചേമ്പലയാണ്. ഹലോ, അയ്യോ എല്ലാം പോയി. വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ബൈ ബൈ.